നമസ്കാരം പ്രിയമുള്ളവരെ. 2021 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക മന്ത്രി, അതായത് പിണറായി മന്ത്രിസഭയിലെ ഒന്നാം പിണറായി മന്ത്രിസഭയിലെ പരാജയപ്പെട്ട ഏക മന്ത്രി കുണ്ടറയിൽ നിന്ന് മത്സരിച്ച മെഴ്സിക്കുട്ടി അമ്മയായിരുന്നു. ബാക്കി 19 മന്ത്രിമാരും വലിയ വിജയമാണ് 2021 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടിയത്. പക്ഷേ 2026 എത്തുമ്പോൾ ചിത്രമാകെ മാറുന്നു എന്ന സവിശേഷതയാണ് രാഷ്ട്രീയ നിരൂപകരൊക്കെ ചർച്ച ചെയ്യുന്നത്. രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ഒട്ടുമിക്ക മന്ത്രിമാരും പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന രാഷ്ട്രീയ നിഗമനമാണ് പുറത്തുവരുന്നത്. തൃത്താലയിൽ MP രാജേഷ്, കളമശ്ശേരിയിൽ P രാജീവ്, അതുപോലെ ആറന്മുളയിൽ വീണ ജോർജ്, പത്തനാപുരത്ത് ഗണേഷ് കുമാർ എന്നീ പ്രമുഖ മന്ത്രിമാരൊക്കെയും പരാജയപ്പെടുവാനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്ന നിഗമനമാണ് പുറത്തുവരുന്നത് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം ചർച്ചയാകുന്നത് ഏലത്തൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് AK ശശീന്ദ്രനും ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം എന്ന രാഷ്ട്രീയ നിഗമനം പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് അവിടെ രൂപപ്പെട്ടിട്ടുള്ള ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പരാജയത്തിന് കാരണമായേക്കാം എന്ന ഒരു സാഹചര്യത്തിലേക്ക് ചർച്ച ഉയരുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയാവുന്നതുപോലെ AK ശശീന്ദ്രനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ വളരെ അടുത്ത ഒരു ആത്മബന്ധമാണുള്ളത്. NCPയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ AK ശശീന്ദ്രനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള സമീപനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. NCPയിൽ മന്ത്രിമാറ്റം ഉണ്ടാകണം എന്ന ചർച്ച ഉയർന്നപ്പോൾ തന്നെ AK ശശീന്ദ്രനെ മാറ്റി പകരം തോമസിനെ മന്ത്രിയാക്കണം എന്ന ചർച്ച ഉയർന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു സമീപനം AK ശശീന്ദ്രൻ മന്ത്രിയായി തുടരണം എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് AK ശശീന്ദ്രൻ അവിടെ മന്ത്രിയായി തുടർന്നതും എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് NCPയിലെ എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് അദ്ദേഹത്തെ മന്ത്രിയായി തുടരുവാൻ പിണറായി വിജയൻ അനുവദിക്കുകയായിരുന്നു. പക്ഷേ ഏലത്തൂരിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞ രാഷ്ട്രീയ സാഹചര്യങ്ങൾ AK ശശീന്ദ്രന്റെ വിജയം അത്ര എളുപ്പം അല്ല എന്നതാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹത്തെ സംബന്ധിച്ച് അവിടെ പ്രതിസന്ധിയിലാക്കുന്നത് PK ശശീന്ദ്രൻ എന്ന് പറയുന്ന ഒരു റിബൽ സ്ഥാനാർത്ഥിയാണ്. റിബൽ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് NCP പിളർന്നുപോയ അജിത് പവാർ വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്. നേരത്തെ നമുക്കറിയാവുന്ന പോലെ NCPയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഏലത്തൂരിൽ മത്സരിച്ച് വിജയിച്ചത് AK ശശീന്ദ്രൻ. AK ശശീന്ദ്രൻ്റെ ചിഹ്നം ആ സമയത്ത് ക്ലോക്കായിരുന്നു. അതിനുശേഷം NCP രണ്ടായി പിളർന്നു. അജിത് പവാർ വിഭാഗവും അതുപോലെ ശരത് പവാർ വിഭാഗവുമായിട്ട്. ഈ അജിത് പവാർ വിഭാഗത്തിനാണ് കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയായിരുന്ന AK ശശീന്ദ്രൻ മത്സരിച്ച് വിജയിച്ച ചിഹ്നമായ ക്ലോക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. അതായത് AK ശശീന്ദ്രൻ്റെ പേരിനോട് സമാനമുള്ള ശശീന്ദ്രൻ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ശശീന്ദ്രൻ വിജയിച്ചു മത്സരിച്ച ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. ആളുകൾ കൺഫ്യൂഷൻ ആകുവാൻ സാധ്യതയുണ്ട്. മന്ത്രി ശശീന്ദ്രന് കിട്ടുവാനുള്ള വോട്ടുകൾ ഒരു പക്ഷേ ക്ലോക്ക് ചിഹ്നത്തിൽ, അദ്ദേഹം കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ച ക്ലോക്ക് ചിഹ്നത്തിൽ PK ശശീന്ദ്രന് വീഴുവാൻ സാധ്യതയുണ്ട് എന്ന നിഗമനം ആ മണ്ഡലത്തിൽ നിന്ന് പുറത്തു വരികയാണ്. AK ശശീന്ദ്രനെ സംബന്ധിച്ച്, മന്ത്രി AK ശശീന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള കുഴലൂതുന്ന മനുഷ്യൻ, വലിയ നീണ്ട കുഴലൊക്കെ ഒരാൾ ഊതുന്ന ചിഹ്നമാണ് കിട്ടിയിരിക്കുന്നത്. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചിഹ്നം. അത് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ളൊക്കെ റിപ്പോർട്ടുകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള സർക്കാർ വിരുദ്ധ നിലപാടുകളും ഒപ്പം അവിടെയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി വിദ്യയുടെ മികവുമൊക്കെ മുൻനിർത്തി ഒരുപക്ഷേ AK ശശീന്ദ്രൻ അട്ടിമറിക്കപ്പെടുവാനുള്ള സാധ്യതകളും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന പ്രത്യേകതയുണ്ട്. ഈ കാഹളമോതുന്ന മനുഷ്യൻ എന്ന് പറയുന്ന ചിഹ്നം അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രവർത്തകർക്ക് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുവാൻ പ്രയാസം നേരിട്ടു എന്ന ചില നിഗമനങ്ങൾ അവിടെ നിന്ന് വരികയാണ്. അങ്ങനെ ഒരു 10,000 വോട്ടെങ്കിലും ഈ ക്ലോക്ക് ചിഹ്നത്തിൽ AK ശശീന്ദ്രൻ്റെതായി ഉള്ള വോട്ടുകൾ ഈ PK ശശീന്ദ്രൻ എന്ന് പറയുന്ന ആളുകൾക്ക് വീണാൽ ഒരുപക്ഷെ അവിടെ LDFിനെ സംബന്ധിച്ച് വിജയം ഒരു തടസ്സമായി തന്നെ നിൽക്കും. പ്രത്യേകിച്ചും ഭരണവിരുദ്ധ വികാരവും വിദ്യാ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മികവുമൊക്കെ ഒന്നു ചേർന്നാൽ പരമ്പരാഗതമായ LDF മണ്ഡലത്തിൽ ഒരുപക്ഷെ കോൺഗ്രസ് അട്ടിമറി വിജയം നേടിയേക്കാം എന്ന രാഷ്ട്രീയ നിഗമനം ആ മണ്ഡലത്തിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഏലത്തൂറും ഈ സാഹചര്യത്തിൽ LDFന് സുരക്ഷിതമല്ല എന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ നമ്മൾ രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ 2021 സുൽഫീഖർ മയൂരിയെ, ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസിൻ്റെ സുൽഫീഖർ മയൂരിയെ പരാജയപ്പെടുത്തുന്നത് 38,502 വോട്ടുകൾക്കാണ് മന്ത്രി ശശീന്ദ്രൻ.
അതുപോലെ 2016 എടുക്കുകയാണെങ്കിൽ കിഷൻ ചന്ദ് എന്ന് പറയുന്ന JDU സ്ഥാനാർത്ഥിയെ 29,057 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. അങ്ങനെ 2 ഇലക്ഷനിലും വലിയ ഭൂരിപക്ഷത്തിൽ ശശീന്ദ്രൻ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ 2011 അവിടെ 14,554 വോട്ടുകൾക്ക് ആണ്, അത്ര വലിയ വോട്ടുകൾക്കല്ല അവിടെ ഷേഖ് പി ഹാരിസിനെ ശശീന്ദ്രൻ പരാജയപ്പെടുത്തുന്നത്. അത് നമ്മൾ ആ ചിത്രം ഒന്ന് പരിശോധിക്കുമ്പോൾ UDF അധികാരത്തിലെത്തിയ 2011 ശശീന്ദ്രൻ്റെ ഭൂരിപക്ഷം 14,544 ആയിരുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട്. ഭരണത്തിൽ LDF വരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കൂടിയിട്ടുള്ളത്. അതായത് ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അവിടെ ആ മണ്ഡലത്തിലുള്ള സ്ഥാനാർത്ഥി എന്ന രീതിക്കും കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന രീതിക്കും, കാരണം നേരത്തെ 2021 സുൽഫീഖർ മയൂരിയും പിന്നെ കിഷൻ ചന്ദും പിന്നെ ഷേഖ് പി ഹാരിസ് ആണെങ്കിൽ ആലപ്പുഴ കായംകുളത്തുള്ള ആളാണ്, ഒക്കെ മത്സരിച്ചത് JDUവിൻ്റെയും അതുപോലെ കേരള ഡെമോക്രാറ്റിക് കോൺഗ്രസിൻ്റെയും ഒക്കെ ബാനറിലായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ വരുന്ന സ്ഥിതിക്ക് അവിടെ ഒരു വിജയസാധ്യത കാണുന്നുണ്ട് എന്ന നിഗമനം മണ്ഡലത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരൊക്കെയും നടത്തുന്നുണ്ട് എന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ആ മണ്ഡലത്തിൽ നിന്ന് വരുന്നുണ്ട്. നമ്മൾ ഈ അപരന്മാരുടെയും ഈ ചിഹ്നം തെറ്റിദ്ധരിപ്പിക്കുവാൻ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെയും ഒക്കെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അതിലേറ്റവും വേദനാജനകമായ ഇലക്ഷൻ റിസൾട്ട് വരുന്ന 2004 ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് VM സുധീരൻ, കോൺഗ്രസിൻ്റെ എക്കാലത്തെയും മുതിർന്ന നേതാവ് VM സുധീരൻ പരാജയപ്പെടുന്നത് ഡോക്ടർ KS മനോജിനോട് പരാജയപ്പെടുന്നത് 1009 വോട്ടുകൾക്ക് മാത്രമാണ്. അന്ന് അതേ പേരിൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച VS സുധീരൻ എന്ന് പറയുന്ന വ്യക്തി പിടിച്ചത് 8,282 വോട്ടുകളാണ്. അതായത് 8,282 വോട്ടുകൾ ഒരുപക്ഷെ VS സുധീരൻ എന്ന് പറയുന്ന അപരൻ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ അവിടെ 1009 വോട്ടുകൾക്ക് KS മനോജിനോട് VM സുധീരൻ പരാജയപ്പെടുമായിരുന്നില്ല എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതായത് മിക്കപ്പോഴും ഈ അപരന്മാരും അതുപോലെ സമാന ചിഹ്നത്തിലുള്ള ആളുകളുമൊക്കെ പിടിക്കുന്ന വോട്ടുകൾ മുന്നണി സ്ഥാനാർത്ഥികളുടെ പരാജയത്തിന് കാരണമാകുന്നു എന്നൊരു സ്ഥിതിവിശേഷം ചർച്ച ചെയ്യുവാൻ നമ്മൾ ഏറ്റവും ആദ്യം എടുക്കേണ്ടത് 2004 ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള VM സുധീരൻ്റെ പരാജയമാണ് ഡോക്ടർ KS മനോജിനോട് എന്നത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്കിതുപോലെ ഏതെങ്കിലും അപരൻ പിടിച്ച വോട്ടുകൾ കൊണ്ട് തോറ്റ സ്ഥാനാർത്ഥികളുടെ പേരോ മണ്ഡലമോ അറിയാവുമെങ്കിൽ ദയവായി മെൻഷൻ ചെയ്യുക, കാരണം ഓരോ അറിവും വിലപ്പെട്ടതാണ് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. എന്തായാലും 2026 നിയമസഭാ ഇലക്ഷനിൽ കേരളത്തിലെ മുഖ്യമന്ത്രിമാരും ഒരു പരാജയ ഭീതിയിലാണ് എന്ന ചിത്രം തന്നെയാണ് മാധ്യമ വിശകലനങ്ങളിലും ഒപ്പം ഇലക്ഷൻ വിശാരദന്മാരുടെയൊക്കെ ചർച്ചകളിലും ഉരുത്തിരിയുന്നത് എന്ന ഒരു പ്രധാനമുണ്ട്. അത് നേമത്ത് ശിവൻകുട്ടി മുതൽ തുടങ്ങുന്നു. അബ്ദുൾ റഹ്മാൻ പരാജയപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അഹമ്മദ് തേവർകോവിൽ കോഴിക്കോട് നിന്ന് പരാജയപ്പെടുവാനുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. എന്തായാലും ഇലക്ഷൻ റിസൾട്ട് വരുവാൻ ഇനി ഏകദേശം 7-8 ദിവസങ്ങൾ കൂടി മാത്രം അവശേഷിക്കുകയും ഇരുമുന്നണികളും അവരുടെ ജയപരാജയ സാധ്യതകൾ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത് അവരുടെ മന്ത്രിമാരെ എടുപ്പിച്ചെടുക്കുക എന്നതായിരുന്നു. പക്ഷേ അതിൽ അവർക്ക് കാലിടരുന്നു എന്നൊരു വസ്തുത ചർച്ച ചെയ്യപ്പെടുകയാണ്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.